നീയാണോടി വിഷ്ണുവിനെ തുറന്നു വിട്ടത്? സത്യം പറയണം. നീയാണോ വിഷ്ണുവിനെ തുറന്നു വിട്ടേന്ന്? അല്ല സത്യമേ, എനിക്കറിയില്ല. വിഷ്ണു അല്ലേ കിടക്കുന്നത്? പിന്നെ സ്കൂളിൽ വിഷ്ണു ചെന്നു എന്ന് പറയുന്നത്? എല്ലാവരും കൂടി എന്നെ വിഡ്ഢിയാക്കുക. എല്ലാം സഹിക്കും, പക്ഷേ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ, ഒറ്റ എണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. എല്ലാരും കൂടി എന്നെ അങ്ങ് തോപ്പിക്കാൻ നോക്കുക. വിഷ്ണു, മോനെ വിഷ്ണു, വിഷ്ണു, എടാ വിഷ്ണു, എടാ മോനെ, എടാ ഒന്ന് എണീറ്റേ, എടാ താഴോട്ട് പോവാം വാ. എന്തോ നാടാ ഇത്? ഡാ വിഷ്ണു, എന്തുവാടാ ഇത്? എടാ വിഷ്ണുവേ, എണീക്കടാ ഇങ്ങോട്ട്. വിഷ്ണു, എണീക്കടാ. വിഷ്ണു, വിഷ്ണു, എണീറ്റു മോനെ. വിഷ്ണു, ഇത് വിഷ്ണു അല്ലേ? ആരാണിത്? ഓ കാണിക്കടാ. എവിടെയാ അവൻ? വിഷ്ണു എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. പഠിക്കാൻ സ്കൂളിലേക്ക് പോട്ടെ. എവിടെയാടാ അവൻ? പറയടാ. വരുന്നത് വരെ എന്നോട് ഇവിടെ കിടക്കാം. നീയാണോട് അവനെ ഇറക്കി വിട്ടത്? ഇറങ്ങോട്ട്. ഇങ്ങോട്ട് സത്യമേ, നീ ഒന്നും പറയണ്ട, ഇങ്ങോട്ട് ഇറങ്ങട. ഇങ്ങോട്ട് പോവാൻ. എന്തൊക്കെയാ കാണിക്കുന്നേ? ഒറ്റ വരണം. എന്റെ അടുത്ത് ന്യായം പറഞ്ഞോണ്ട് വന്നേക്കല്ലേ. എല്ലാരും കൂടെ എന്നെ കളിപ്പിക്കാൻ നോക്കാണോ? പിന്നെ നിന്ന് കുത്താൻ നോക്കുന്നു എല്ലാരും. ഞാൻ സഹിക്കില്ല കേട്ടോ. സത്യമേ, അത് നമ്മുടെ പപ്പി നീ പറഞ്ഞു. മിണ്ടരുത്. അവൾ ആർക്ക് വേണ്ടിയാടി പറഞ്ഞത്? ആരെയാടിയ കുഞ്ഞ്? നിന്റെ കുഞ്ഞേച്ചി എന്താടി ആ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം തരാത്തത്? വല്ലവന്റെ കൊച്ചിന് തന്തയാവാനല്ല ഞാൻ എന്റെ മോനെ ഇത്രയും വളർത്തി വലുതാക്കിയത്. ഇന്നവൻ ഇങ്ങോട്ട് വരട്ടെ. അമ്മയെ ചതിച്ചോണ്ട് എന്റെ മോനെ എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുവരെ പോയില്ലേ? ഇവനെ ഞാൻ ഇറങ്ങി പോടാ. ഇറങ്ങി ഓടാ. ഇപ്പൊ നീ പൊയ്ക്കോ, പക്ഷെ നിന്നെ എന്റെ കൈ കിട്ടൂടാ. അന്നത്തെ നിന്റെ അവസാനമാടാ. വെച്ചിട്ടുണ്ട് ഞാൻ. അയ്യോ അച്ഛാ, അച്ഛാ, അച്ഛാ എന്ത് പറ്റി? എന്ത് പറ്റി? പോയി ഗുളിക എടുത്തോണ്ട് വാ. വേഗം വെള്ളം എടുത്തോ. രാഘവേട്ട, എന്ത് പറ്റി? രാഘവേട്ട, രാഘവേട്ട, വെള്ളം എടുത്തോണ്ട് വാ. എന്താ പറ്റി രാഘവേട്ട? രാഘവേട്ട, 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 വെള്ളം എന്തി? കൊടുക്ക വെള്ളം. രാഘവേട്ട കുടിച്ചേ. രാഘവേട്ട, രാഘവേട്ട,
രാഘവേട്ട എന്താ പറ്റിയേ? പെട്ടെന്നൊന്നും തരവറ്റിയതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. ആഹാ, കൊള്ളാലോ. ഇതാർക്ക് കിട്ടിയെന്നറിയാവോ? സത്യമോക്ക് അല്ല, എന്റെ ബിഗ് ഫ്രണ്ടിന് കിട്ടിയ ട്രോഫിയാ ഇത്. എനിക്ക് വേണ്ടി ജയിച്ച് വാങ്ങിച്ചതാ എന്റെ ബിഗ് ഫ്രണ്ട്. ആണോ? വലിയ ഫ്രണ്ടിന് കിട്ടിയതാണെങ്കിൽ പിന്നെ ഇതെങ്ങനെയാ സത്യമോളുടെ കയ്യിൽ വന്നത്? ശാരദാമ്മ ഇന്ന് സ്കൂളിൽ ഫാദേഴ്സ് ഡേ ആയിരുന്നില്ലേ? ആ, എനിക്ക് വേണ്ടി അച്ഛനായി മത്സരിച്ചത് ബിഗ് ഫ്രണ്ട് ആയിരുന്നു. എനിക്ക് അച്ഛനില്ലാത്തോണ്ട് അച്ഛന്റെ സ്ഥാനത്ത് മത്സരിച്ചത് ബിഗ് ഫ്രണ്ടാ, എന്റെ ബിഗ് ഫ്രണ്ട്. അങ്ങനെ കിട്ടിയതാ ഇത്. ആരാ പറഞ്ഞത് മൂക്ക് അച്ഛനില്ലെന്ന്? മൂക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുത്തതും ജയിച്ചതും ഒക്കെ പിന്നെ ആരാന്നാ വിചാരിച്ചിരിക്കുന്നത്? മോളുടെ അച്ഛൻ തന്നെയാ, സ്വന്തം അച്ഛൻ. എന്താ ശാരദാമ്മ ആലോചിക്കുന്നത്? ബിഗ് ഫ്രണ്ട് എങ്ങനെ ഓടിയെന്നാണോ? വലിയ ഓട്ടക്കാരനാ ബിഗ് ഫ്രണ്ട്. ആണോ? പിന്നെ അല്ലാതെ. എന്നെയും പപ്പിയൊക്കെ എടുത്തോണ്ട് പറക്കുമായിരുന്നു. ഓ, ടീച്ചർ വരെ ഞെട്ടിപ്പോയി. കൊള്ളാലോ. അപ്പൊ ഈ വിഷ്ണു അച്ഛൻ ആള് കൊള്ളാലോ. പിന്നെ അല്ലാതെ. ഇനിയും മത്സരം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും ജയിച്ചേനെ. ശാരദാമ്മക്ക് കേക്കണോ, മത്സരം തുടങ്ങാറായിട്ടും ഈ അമ്മ അവിടേക്ക് വന്നില്ലെന്നേ. എല്ലാ കുട്ടികൾക്കും അച്ഛനും ഉണ്ട് അമ്മയുണ്ട്, എനിക്ക് മാത്രം ആരുമില്ല. ബിഗ് ഫ്രണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അതെന്താടി, നീ കൊച്ചിന്റെ പരിപാടിക്ക് നേരത്തെ സ്കൂളിൽ ചെല്ലേണ്ടതല്ലേ? തിരക്കിൽ പെട്ടുപോയതാ അമ്മേ. അമ്മ വരാൻ വൈകിയാലെന്താ, മോളുടെ ബിഗ് ഫ്രണ്ട് വന്നില്ലേ? ഭാഗ്യം. അതുകൊണ്ടാ നാണക്കേടിന്ന് ഒഴിവായി, ജയിക്കുകയും ചെയ്തു. എന്തായാലും മോള് ക്ഷീണിച്ചു വന്നതല്ലേ? ശാരദാമ്മ പാലും ബിസ്ക്കറ്റും ഒക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പോയി എടുത്ത് കഴിച്ചു. അയ്യോ, എന്റെ ട്രോഫി ഇങ്ങ് വന്നേ. ഉമ്മ. ഇന്ന് സത്യ ആ ട്രോഫിയും കെട്ടിപ്പിടിച്ചേ കിടക്കുള്ളൂ എന്ന് തോന്നുന്നു. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ തന്നെ കൊടുത്തതല്ലേ? ആ ട്രോഫിക്ക് അവളൊരു വില ഇട്ടിട്ടുണ്ട്. ആ വില കൊടുക്കാൻ നിനക്കോ എനിക്കോ കഴിയില്ല, വിഷ്ണുവിന് മാത്രമേ കഴിയൂ. അച്ഛനെ കാണണമെന്നുള്ള അവളുടെ ആഗ്രഹം കാണുമ്പോ വല്ലാത്തൊരു വിഷമം. അവിടെ ഫാദേഴ്സ് ഡേ ആയിട്ട് അമ്മമാരെങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ചിന്തയിൽ തന്നെയാമേ ഞാൻ അവിടെ ചെന്നത്. അവിടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സത്യയ്ക്ക് ട്രോഫി വാങ്ങിക്കൊടുത്ത വിഷ്ണുവേട്ടനെ കണ്ടപ്പോ ഞാൻ തകർന്നു പോയമ്മേ. ഈ കാലചക്രം തിരിയുന്നതിനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് മോളെ. അതിൽ ഇന്നത് നടക്കും, ഇന്നതേ നടക്കാവൂ എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആട്ടം ആടുന്ന വെറും കോലങ്ങളാ നമ്മളൊക്കെ. വിഷ്ണു അവിടെ ചെല്ലണമെന്നതും സത്യമോളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കണമെന്നതും എഴുതി വയ്ക്കപ്പെട്ട വെളിപ്പെടുത്താനാവാത്ത സത്യം തന്നെയാ. വിഷ്ണുവേട്ടനുമായിട്ട് ഇന്നൊരു പകല് മുഴുവൻ ചെലവഴിച്ചതുണ്ടാവും. അവളിന്ന് ഭയങ്കര ഹാപ്പിയാ. എന്തൊക്കെയോ നേടിയെന്നുള്ള ഭാവം. എന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ലായിരുന്നു. പപ്പയും വിഷ്ണുവേട്ടനും സത്യയും അവരുടെ ലോകമായിരുന്നു ഇന്നാ സ്കൂൾ മുറ്റം. കുട്ടികൾക്കൊപ്പം വിഷ്ണുവേട്ടനും ആ കളികളെല്ലാം ആസ്വദിച്ചു. ആ ഒരു സന്തോഷം സത്യക്ക് ഇവിടെ വന്നിട്ടും തീരുന്നില്ലായിരുന്നു. ഇനിയും സത്യ സന്തോഷിക്കും. വിഷ്ണുവാണ് സത്യയുടെ യഥാർത്ഥ അച്ഛനെന്ന് അറിയുമ്പോ. ഇനി എന്തിനാ മോളെ ആ കുഞ്ഞിൽ നിന്നത് മറച്ചു പിടിക്കുന്നത്? അമ്മേ, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ മോളെ. അതിന്റെ ആ കുഞ്ഞു മനസ്സ് നിറയെ അച്ഛന്റെ സ്നേഹം കൊതിക്കുന്നുണ്ട്, അച്ഛന്റെ വാത്സല്യം കൊതിക്കുന്നുണ്ട്.
അച്ഛനോടൊപ്പം ഓടിച്ചാടി നടക്കാൻ കൊതിക്കുന്നുണ്ട്. ഓരോ പ്രായത്തിലും ഓരോ കുട്ടിക്കും കിട്ടേണ്ട സ്നേഹവും സംരക്ഷണവും ഉണ്ട്. 6 മാസത്തിൽ കിട്ടേണ്ട വാത്സല്യം 6 മാസത്തിൽ തന്നെയല്ലേ കിട്ടേണ്ടത്? അതുപോലെ തന്നെ 6 വയസ്സിൽ കിട്ടേണ്ട അച്ഛൻ്റെ സ്നേഹവും പരിചരണവും 16-ാമത്തെ വയസ്സിൽ കിട്ടിയിട്ട് കാര്യമുണ്ടോ മോളെ? നീ ആലോചിക്കേ. എല്ലാവരും അവരുടെ അച്ഛന്മാരെ കൊണ്ടുവരുമ്പോ എനിക്ക് എന്റെ അച്ഛന്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? കഴിയില്ല മോളെ. അമ്മയ്ക്കിപ്പോ ആ സത്യം വെളിപ്പെടുത്താനാവില്ല. മോൾക്ക് അച്ഛനെ കിട്ടുമായിരിക്കും. അതേസമയം പക്ഷെ മറ്റൊരാളെ സത്യം ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിരിക്കും. പോയി പറഞ്ഞോ, എല്ലാം പോയി പറഞ്ഞോ. പറഞ്ഞിട്ട് വരുമ്പോ ഈ ശ്യാമി പിന്നെ അന്വേഷിച്ചു വരരുത്. ഏതെങ്കിലും കുളത്തിലോ തോട്ടിലോ കായലിലോ ചത്തു പൊങ്ങി ഞാൻ. രോഹിത് അങ്കിൾ ഒരിക്കലും വെറുക്കാത്ത രീതിയിൽ ശ്യാമ ആന്റിയെ വെറുക്കും. ഇത്രയും നാളെ കൊണ്ടു നടന്ന പപ്പി മുളന്ന സ്വപ്നം തനിക്കിന്ന് മുതൽ അന്യാണെന്ന് അറിയുന്ന നിമിഷം രോഹിത് അങ്കിൾ എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. അനാഥനാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന രോഹിത്തിന് സ്വർഗം പോലെ കിട്ടിയത് പപ്പി മോള്. ഭൂമിയില് അയാളുടേതെന്ന് സ്വയം അവകാശപ്പെട്ട് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഏക സ്വത്ത്. സത്യമോൾക്ക് വേണ്ടി, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവരുടെയൊക്കെ ജീവിതം ഞാൻ കുരുതി കൊടുക്കണോ? കഴിയില്ല എനിക്ക്. എന്റെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാതാക്കാൻ എനിക്ക് ആവില്ല. എല്ലാവരുടെയും ചോദ്യത്തിന് മൗനമായി മറുപടി പറയാനേ എനിക്കിപ്പോ കഴിയും. വയ്യ, മറ്റൊരാളുടെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. അത് സ്വന്തം കൂടെപ്പിറപ്പിൻ്റെതാകുമ്പോ ഒട്ടും സഹിക്കാനാവില്ല. പോകുന്നത്രയും പോട്ടെ, അല്ലാതെ വേറെ വഴിയില്ല. മോളെ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. സത്യമോളുടെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കണം. സത്യമോളുടെ കാര്യത്തിന് തീരുമാനമാകുമ്പോൾ പപ്പിമോളുടെ കാര്യത്തെക്കുറിച്ച് അമ്മ എന്ത് ചിന്തിച്ചു? പറയമ്മേ, രോഹിത്തിന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? ഇത്രയും നാള് കുടുംബിനിയായി കഴിഞ്ഞ അമ്മയുടെ മകൾ ശ്യാമയുടെ ജീവിതം പിന്നീട് എവിടെയായിരിക്കും? പറ അമ്മേ. ഇതൊക്കെ ആലോചിക്കുമ്പോ അച്ഛൻ അടുത്തില്ലെന്ന് ഒറ്റ സങ്കടമായി സത്യ കഴിയുന്നതല്ലേ അമ്മ നല്ലത്? ഇതിപ്പോ അച്ഛനില്ലെന്നല്ലല്ലോ, കൺമുന്നില് കാണുന്നില്ലേ? മോളെ, എടി, പക്ഷെ അവൾ അറിയുന്നില്ലല്ലോ. അത് എന്റെ അച്ഛനാണെന്ന് അവക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. അതിനു വഴി സർവേശ്വരൻ കാണൂ അമ്മേ. ബന്ധങ്ങളെ അറുത്തു മുറിച്ചുകൊണ്ടൊരു ജീവിതം കിട്ടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. വേർപെട്ടു നിൽക്കുന്നതിന്റെ വേദന മനസ്സിലാക്കിയവർക്ക് മറ്റുള്ളവരെ വേർപെടുത്താനുള്ള മനസ്സ് കാണില്ലമ്മേ. അമ്മയ്ക്കറിയോ, എന്റെ ഒരു വാക്കിൽ എനിക്കൊരു ജീവിതം കിട്ടുമ്പോ മറ്റൊരു ജീവിതം മറുഭാഗത്ത് തകരുന്നത് അമ്മയുടെ മകളുടെ തന്നെയാ, ശ്യാമ. എന്നെപ്പോലെ പിടിച്ചു നിൽക്കാനും തരണം ചെയ്യാനും അവൾക്ക് പ്രാപ്തിയുണ്ടോ? ഇല്ല. ഒരു ജന്മം മുഴുവൻ ആ പാവം ഇരുന്ന് കരഞ്ഞു തീർക്കും. ആ പാപം കൂടി എന്തിനാ അമ്മ ഞാൻ തലയിലേറ്റുന്ന? ശാലിനി, സത്യമോളുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കഴിയുന്ന ഒരു കാഴ്ച
ഈ ജന്മം എനിക്ക് കാണാൻ കഴിയൂടി. ചില കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ അമ്മ, യഥാർത്ഥ ജീവിതം നടക്കുന്നത് സ്വർഗത്തിൽ വെച്ചാണെന്ന്. അതുമല്ലെങ്കിൽ അടുത്ത ജന്മത്തിലായിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിലും നമുക്ക് ഈ വീട്ടിൽ തന്നെ ജനിക്കാം. കുടുംബശ്രീ ഹോട്ടലും നടത്താം. ഞാനും വിഷ്ണുവേട്ടനും പപ്പിയും സത്യയും അമ്മയും മാത്രമായിട്ട്. ആ പിന്നെ ശാന്തേച്ചി ഉണ്ടാവണം കേട്ടോ, ഇല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് പണിയെടുത്ത് വിഷമിക്കും. നിനക്ക് എങ്ങനെ ഈ സങ്കടങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു മോളെ? ഈ മനസ്സ് നിറയെ കടലാണെന്ന് അമ്മയ്ക്കറിയാം. അതിന്റെ ഇരമ്പൽ പോലും അമ്മയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനൊന്ന് മാറി നിന്നാ നീ പൊട്ടിക്കരയുമെന്നും എനിക്കറിയാം. മോളെ, നീ പറഞ്ഞതാ ശരി. എന്റെ കഷ്ടപ്പാട് കൂടുതൽ കണ്ട് ഏത് പ്രശ്നങ്ങളും നേരിടാനുള്ള കഴിവ് നിനക്കുണ്ട്. പക്ഷെ ശ്യാമയ്ക്ക് അതില്ല. രോഹിത് അവളെ കൈവിട്ടാ പിന്നെ അവളുടെ ഏക ആശ്രയം എന്നേക്കുമായിട്ട് എല്ലാം ഉപേക്ഷിക്കുക എന്നത് തന്നെയായിരിക്കും. നല്ലത്. നിനക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. നിനക്ക് മാത്രം. എല്ലാ തടസ്സങ്ങളും മാറിയപ്പോ നിങ്ങളിനി നിങ്ങളുടെ ജീവിതം നോക്കണമെന്ന് പറയായിരുന്നു ഞാൻ. അനുഭവിക്കാവുന്നത് മുഴുവനും അനുഭവിച്ച് തീർത്തില്ലേ? ശത്രുക്കളെല്ലാം ജയിലിലാവുകയും ചെയ്തു. ഇനിയുള്ള ജീവിതമെങ്കിലും ബഹളങ്ങളില്ലാത്ത സുഖവും സന്തോഷവും നിറഞ്ഞതാവാൻ വേണ്ടി മാത്ര ഞാൻ ഈ പറയുന്നത് മുഴുവനും. ആര് പറഞ്ഞമ്മേ തടസ്സങ്ങൾ മുഴുവൻ ഒഴിഞ്ഞു മാറിയെന്ന്? ഒഴിഞ്ഞു മാറിയത് കൊച്ചു കൊച്ചു തടസ്സങ്ങളാ, ചെറിയൊരു മുള്ളു കൊണ്ടെടുക്കാവുന്നവ. പക്ഷേ തിരശീലയ്ക്ക് പിന്നിൽ ആഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരൊന്നൊന്നര മുതലുണ്ട്. കുറച്ച് നാളുകളായി നമ്മുടെ നാവുകളിൽ ആ പേര് നമ്മൾ പറയാറില്ല. കാരണം പറഞ്ഞു പോയാൽ അന്നത്തെ ദിവസം മെനക്കേടാ. എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരിൽ ഒരു കേമത്തി. ഒരായിരം തന്ത്രങ്ങളുമായി എന്റെ സർവനാശം കാണാൻ ഒരുമ്പിട്ടിറങ്ങിയിട്ടുള്ള എന്റെ യഥാർത്ഥ ശത്രു. അവൾ എനിക്കെതിരെ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. അവൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. നിയമപരിരക്ഷകർ സുഹൃത്തുക്കളായുണ്ട്. ഇനിയൊരു വരവ് അവൾക്കുണ്ടാവുകയാണെങ്കിൽ അതെന്റെ കുലം മുടിക്കാൻ തന്നെയായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോളെ, അങ്ങനെ വരാനേ അവൾക്ക് കഴിയൂ. കാരണം മരണത്തെ എല്ലാവർക്കും ഭയമാണ്. അതിലും ഭയമാണ് മരണകാരകനായ കാലനെ. ആ കാലനെ വരെ ഇരുട്ടടി അടിക്കുന്നവളാ ഈ പറഞ്ഞ ഡേഞ്ചറസ് നൊട്ടോറിയസ് ക്രിമിനൽ സുസ്മിത. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കൊടിയ വിഷം. അവളെ ജയിക്കാൻ, അവളോട് നേരിട്ട് പോവാൻ ഞാൻ ഇനിയും തന്ത്രങ്ങൾ മെനഞ്ഞേ വെക്കും. കാരണം തന്ത്രങ്ങൾക്ക് മീതെ കുതന്ത്രം മെനയുന്നവളവള്. ഒരിക്കലും അടങ്ങാത്തതും അണയ്ക്കാൻ പറ്റാത്തതുമായ ഒരു തീ, ഫയർ. മേഡം, മേഡം,
മന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുസ്മിതയുടെ ജാമ്യത്തിന്റെ കടലാസുകൾ നീക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഓർഡർ ഒരുപക്ഷെ നാളെ തന്നെ ഉണ്ടായേക്കാം. ഉണ്ടായേക്കെന്നല്ല, ഉണ്ടാകണം. മന്ത്രിയെ ജയിപ്പിച്ചെടുക്കാൻ 100 പേരിൽ ഒരാളായി കൈ ഉയർത്തി ജയ് വിളിച്ച ചരിത്രമല്ല എനിക്കുള്ളത്. നന്നായി പണം കൊടുത്തും മസിൽ പവർ കടമെടുത്തും വാങ്ങിച്ചു കൊടുത്ത കസേരയിൽ തന്നെയാ അയാൾ ഇപ്പോഴും ഉറച്ചിരിക്കുന്നത്. തന്തയില്ല കുറ്റം കാണിച്ച തറയെ വാരിയിട്ട് തല തല്ലി പൊളിക്കും ഞാൻ. പറഞ്ഞേക്ക് അയാളെ കാണുമ്പോ. അതൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഒരിക്കൽ കണ്ടപ്പോ കഴിച്ച കപ്പ പുഴുങ്ങിയതിന്റെയും നല്ല കാന്താരി മുളകരച്ച ചമ്മന്തിയുടെയും കഥ മന്ത്രി പറഞ്ഞു. സുസ്മിത മാഡം കൊടുത്ത ഭക്ഷണത്തിന്റെ രുചി നാവിൽ ഇപ്പോഴും ഉണ്ടെന്നാ പറഞ്ഞത്. അതുണ്ടാകണം. അതിനുവേണ്ടി മാത്ര അങ്ങനൊരു സാഹസം ഞാൻ അറിഞ്ഞുകൊണ്ട് കാണിച്ചത്. മന്ത്രിയായെന്നേ ഉള്ളൂ, അയാൾക്കിപ്പോഴും ബോധമെന്ന് പറയുന്നൊന്നില്ല. മന്ത്രിയായി കഴിഞ്ഞപ്പോഴും പഴയ കപ്പകൃഷിയും പച്ചവെള്ളം കുടിയും മറക്കാതിരിക്കാനുള്ള സുസ്മിതയുടെ ഓർമ്മപ്പെടുത്തലാണതെന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊന്നും ഇപ്പോഴും അപ്പോഴും അയാൾക്ക് വെച്ചിട്ടില്ല. കഷ്ടം. പക്ഷെ സുസ്മിതയുടെ കാര്യത്തിൽ പഴയതൊക്കെ മറന്നാൽ അയാൾ വിവരം അറിയും. ഇല്ലെങ്കിൽ ഞാനത് ഭംഗിയായിട്ട് ഇവിടെ കിടന്നോണ്ട് തന്നെ അറിയിക്കും. പോയി പറഞ്ഞേക്ക് അടുത്ത ദിവസം തന്നെ എനിക്കിവിടെ നിന്ന് ഇറങ്ങണമെന്ന്.